2022 ഓപ്പൺ എ എന്ന കമ്പനി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണ്. പ്രൊഡക്റ്റിന്റെ പേര് ചാറ്റ് GPT. വെറും 2 ദിവസം കൊണ്ട് 10 ലക്ഷം ആൾക്കാരിലേക്ക് ചാറ്റ് GPT എത്തുകയാണ്. 2 മാസം കഴിയുമ്പോഴത്തേക്കും അത് 10 കോടി ആൾക്കാരിലേക്ക് എത്തുന്നു. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും ഒക്കെ വർഷങ്ങളെടുത്ത് നേടിയ സംഭവമാണ് ചാറ്റ് GPT വെറും 2 മാസം കൊണ്ട് നേടിയത്. ഇൻവെസ്റ്റേഴ്സ് ചാറ്റ് GPTയെ പുതിയ ഐഫോണായി കണ്ടു. ഗവൺമെന്റുകൾ അതിനെ ഒരു വെപ്പണായി കണ്ടു. ലോകം മുഴുവനും ഓപ്പൺ എ ആർക്കും തോൽപ്പിക്കാനാവാത്ത ഒരു കമ്പനിയായി കണ്ടു. പക്ഷേ ഇതിന്റെ ഒക്കെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സത്യമുണ്ട്. നമ്മുടെ തലമുറയിലെ തന്നെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ കമ്പനി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഓപ്പൺ എ വളരെ ബ്രൂട്ടലായ ഒരു ബിസിനസ് മോഡലിൽ പെട്ടുകിടക്കുകയാണ്. വളരെ വലിയ നഷ്ടങ്ങളാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഓപ്പൺ എ എന്ന ബിസിനസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ടാണ് അവർ ഇത്ര വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അവർക്ക് അതിൽ നിന്നും എങ്ങനെയാണ് കരകയറാനായി സാധിക്കുക? ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം. ഹലോ, മൈ നെയിം ഇസ് അഖിൽ ആൻഡ് വെൽക്കം ടു ദ ട്രൈബ്. 2015 ഇലോൺ മസ്കും സാം ഓൾട്ട്മാനും ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഓപ്പൺ എ സ്ഥാപിക്കുന്നത്. അവര് ഓപ്പൺ എ സ്ഥാപിക്കുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടല്ലായിരുന്നു, ഒരു ചാരിറ്റി ആയിട്ടായിരുന്നു. മനുഷ്യരാശിക്ക് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഡെവലപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ്സോ ഷെയർ ഹോൾഡേഴ്സോ ഒന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നവർ തീരുമാനിച്ചു. പക്ഷേ 2018 ആവുമ്പോഴത്തേക്കും അവര് ഒരു ഡെഡ് എൻഡിൽ എത്തുകയാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ചെലവ് പിടിച്ച ഒരു പരിപാടിയായിരുന്നു. അതിന് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആവശ്യമായിരുന്നു. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചെറിയ ഡൊണേഷൻസും കൊണ്ട് ഇത് സാധ്യമായിരുന്നില്ല. അങ്ങനെ 2018 അവരൊരു ക്യാപ്ഡ് പ്രോഫിറ്റ് കമ്പനി ആവാനായി തീരുമാനിക്കുന്നു. അവർക്ക് ആവശ്യമായ ഫണ്ട് റേസ് ചെയ്യാനും അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫണ്ടിനൊപ്പം ചില നിബന്ധനകളും അവരുടെ മുമ്പിലേക്ക് വരുന്നു. $13 ബില്യൺ ചെക്ക് മൈക്രോസോഫ്റ്റ് ആണ് ഓപ്പൺ എക്ക് എഴുതി കൊടുക്കുന്നത്. അതിന് പകരമായി ഓപ്പൺ എ എന്ന കമ്പനിയുടെ ഷെയറുകൾക്ക് പുറമെ 2 നിബന്ധനകൾ കൂടി, 2 കണ്ടീഷൻസ് കൂടി മൈക്രോസോഫ്റ്റ് മുമ്പോട്ട് വെച്ചു. അതിൽ ആദ്യത്തേത് ഓപ്പൺ എയുടെ ടെക്കിലേക്കുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ്സ് മൈക്രോസോഫ്റ്റിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേത് കമ്പ്യൂട്ടിങ്ങിനായി ഓപ്പൺ എ മൈക്രോസോഫ്റ്റ് അസ്യൂർ യൂസ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അതായത് ചാറ്റ് GPT റൺ ചെയ്യാനുള്ള സെർവേഴ്സ് ഓപ്പൺ എ മൈക്രോസോഫ്റ്റിൽ നിന്നും എടുക്കണമെന്ന്. ഇപ്പൊ സ്വാഭാവികമായും ചാറ്റ് GPT റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലെ ഒരു ഭാഗം മൈക്രോസോഫ്റ്റിന് സെർവർ ചാർജ് ആയി കൊടുക്കേണ്ടി വരും. ഇനി അടുത്തതായി എന്തുകൊണ്ടാണ് ഓപ്പൺ എ വലിയ നഷ്ടങ്ങൾ സഹിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മള് നെറ്റ്ഫ്ലിക്സിനെയോ സ്പോട്ടിഫൈയെയോ പോലെയുള്ള സോഫ്റ്റ്വെയറുകളുമായി ചാറ്റ് GPTയെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ചാറ്റ് GPT റൺ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ചെലവ് പിടിച്ച ഒരു പരിപാടിയാണ്. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾ ഒരു മൂവി കാണുന്ന സമയത്ത് നെറ്റ്ഫ്ലിക്സിന്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു മൂവിയുടെ കോപ്പിയാണ് നിങ്ങൾ കാണുന്നത്. അവിടെ നെറ്റ്ഫ്ലിക്സിന് പുതുതായി ഒരു സിനിമ പിടിക്കേണ്ടതോ അല്ലെങ്കിൽ പുതുതായി ഒരു സിനിമ വാങ്ങേണ്ടതോ ആയിട്ടുള്ള ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ യൂസേഴ്സിലേക്ക് എത്തുന്നവരും ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള ചെലവും അവർക്ക് കുറഞ്ഞു വരും. കാരണം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമ്പോഴും സെയിം പ്രൊഡക്റ്റ് ആണ് പലരും യൂസ് ചെയ്യുന്നത്. അവിടെ മെയിൻ്റനൻസും അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുമായിട്ടുള്ള ചെറിയ കോസ്റ്റുകൾ മാത്രമാണ് അവർ അഡീഷണൽ ആയി അക്വയർ ചെയ്യുന്നത്. പക്ഷേ ചാറ്റ് GPTയുടെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോ ചോദ്യം ചോദിക്കുന്ന സമയത്തും ആ ചോദ്യത്തിനെ കൃത്യമായി മനസ്സിലാക്കി അതിനുവേണ്ടി ഒരു കസ്റ്റം റിപ്ലൈ ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരേണ്ടതായിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നെറ്റ്ഫ്ലിക്സിന്റെ മോഡലിൽ അവിടെ ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റിനെ പല ആൾക്കാരും യൂസ് ചെയ്യുകയാണെങ്കിൽ ചാറ്റ് GPTയുടെ മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും ഓരോ തവണയും ഒരു കസ്റ്റം പ്രൊഡക്റ്റ് അവിടെ നിർമ്മിക്കേണ്ടി വരുന്നു. നമ്മൾ ചാറ്റ് GPTയോട് ഒരു ചോദ്യം ചോദിച്ച് അത് നമുക്കൊരു ഉത്തരം തരുന്ന സമയത്ത് ബില്യൺസ് ഓഫ് കാൽക്കുലേഷൻസ് ആണ് അതിന്റെ പിന്നിൽ നടക്കുന്നത്. ആൻഡ് ഈ ബില്യൺസ് ഓഫ് കാൽക്കുലേഷൻസ് നടത്താനായി നല്ല രീതിയിലുള്ള ഇലക്ട്രിസിറ്റിയുടെ ആവശ്യവുമുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു കസ്റ്റം പ്രൊഡക്റ്റ് ഓരോ തവണയും ഡെലിവറി ചെയ്യുന്നത് കൊണ്ട് തന്നെ ചാറ്റ് GPT റൺ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഒരു ഫ്രണ്ടിയർ AI മോഡലിനെ ട്രെയിൻ ചെയ്യാൻ തന്നെ ഏതാണ്ട് $1 ബില്യൺ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ദിവസത്തെ ക്വയറീസ് റൺ ചെയ്യാൻ മാത്രം മില്യൺസ് ഓഫ് ഡോളേഴ്സും ആവശ്യമായി വരുന്നു. അപ്പൊ ഹൈ കോസ്റ്റ് ഓപ്പൺ എ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ചലഞ്ച് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനിയും ഓപ്പൺ എ ഫേസ് ചെയ്യുന്ന മറ്റൊരു വലിയ ചലഞ്ച് ഉണ്ട്, കോമ്പറ്റീഷൻ. ആദ്യമായി മാർക്കറ്റിലേക്ക് ഇറങ്ങിയതിന്റെ പല അഡ്വാൻറ്റേജസും ഓപ്പൺ എ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോ അവർ നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഓപ്പൺ എക്ക് ഏറ്റവും വലിയ ത്രെറ്റ് ആയേക്കാവുന്ന കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് സാക്ഷാൽ മാർക്ക് സക്കർബർഗ് ആണ്. ഓപ്പൺ എ അവരുടെ പ്രീമിയം മോഡല് ഏതാണ്ട് $20 കൊടുക്കുന്ന സമയത്ത് മാർക്ക് സക്കർബർഗ് മെറ്റ എ കൊടുക്കുന്നത് ഫ്രീ ആയിട്ടാണ്. ഇതിന്റെ അർത്ഥം മെറ്റ എ ചാറ്റ് GPTയേക്കാൾ ഒരുപാട് ബെറ്റർ ആണ് എന്നൊന്നുമല്ല.
പക്ഷേ അൺലിമിറ്റഡ് ഇമേജ് ജനറേഷൻസും അതുപോലെ മെറ്റ ആപ്സുമായിട്ടുള്ള ഡീപ്പ് ഇന്റഗ്രേഷൻസും ഒക്കെ പലർക്കും മെറ്റ എഐയെ നല്ലൊരു ഓപ്ഷനാക്കി മാറ്റുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ ത്രെറ്റ് ഇതൊന്നുമല്ല. മെറ്റ എഐ അവരുടെ ഓരോ ടൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അത് ഓപ്പൺ സോഴ്സ് ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള ഡെവലപ്പേഴ്സിനെ അവരുടേതായിട്ടുള്ള എഐ വേർഷൻസ് ഡെവലപ്പ് ചെയ്യാനായി പ്രാപ്തരാക്കുന്നു. ആൻഡ് ദിസ് മീൻസ് മോർ കോമ്പറ്റീഷൻ കൂടുന്നതനുസരിച്ച് ഓപ്പൺ എഐക്ക് അവരുടെ പ്രൈസിംഗ് പവർ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് പ്രൈസിംഗ് പവർ നഷ്ടപ്പെട്ട ഒരു കമ്പനിക്ക് ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ലോസസ് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഓപ്പൺ എഐ പൂട്ടിപ്പോകുമെന്നാണോ? നോട്ട് നെസസറിലി. കാരണം സാം ഓൾട്ട്മാൻ ഈ എക്കണോമിക് ക്രൈസിസിൽ നിന്നും രക്ഷപ്പെടാനായി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ആ പ്ലാനിന്റെ ബേസ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഗ്രാവിറ്റിയും, 2 AGIയും. ആദ്യം ഗ്രാവിറ്റി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിന് ഒരു കസ്റ്റമറിന്റെ ലൈഫിലുള്ള ഇമ്പോർട്ടൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോ ഓപ്പൺ എഐ അല്ലെങ്കിൽ ചാറ്റ് GPT എന്ന് പറയുന്നത് നമ്മളുടെ ഫോണിലെയോ അല്ലെങ്കിൽ ബ്രൗസറിലെയോ ഒരു AI ടൂള് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഗ്രാവിറ്റി ലിമിറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാനായി സാധിക്കും. പക്ഷെ സാം ഓൾട്ട്മാൻ ശ്രമിക്കുന്നത് ഭാവിയിൽ ചാറ്റ് GPTയെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്കി മാറ്റാനാണ്. എന്ന് പറയുമ്പോൾ ഭാവിയിലെ ഫോണുകളും കമ്പ്യൂട്ടറുകളും, എന്തിനധികം പറയുന്നു, കാറുകൾ വരെ റണ്ണ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്കി ചാറ്റ് GPTയെ മാറ്റാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇത് നടത്താനായി അദ്ദേഹത്തിന് സാധിച്ചാൽ ഒബ്വിയസ്ലി ചാറ്റ് GPT എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ഇമ്പോർട്ടൻസ് ഓരോരുത്തരുടെയും ലൈഫിൽ കൂട്ടാനായി അദ്ദേഹത്തിന് സാധിക്കും. എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ ഗ്രാവിറ്റി കൂട്ടാനായി അദ്ദേഹത്തിന് സാധിക്കും. ഇനി അദ്ദേഹത്തിന്റെ പ്ലാനിന്റെ 2ാമത്തെ ഭാഗമായ AGI എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. AGI എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. സിമ്പിളായി പറയുകയാണെങ്കിൽ ലേബർ റീപ്ലേസ്മെന്റിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ചാറ്റ് GPT യൂസ് ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മുടെ ജോലി എളുപ്പമാക്കാനായിരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭാവിയിൽ ആ ജോലി ചാറ്റ് GPT തന്നെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? ഇത് വളരെയധികം ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് ആവശ്യമുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് സംഭവം തന്നെയാണ്. പക്ഷെ ഓപ്പൺ എഐയും അത് ഡെവലപ്പ് ചെയ്യാനുള്ള കോമ്പറ്റീഷനിൽ മുമ്പിട്ട് തന്നെ നിൽക്കുന്നു. അപ്പൊ മേൽപ്പറഞ്ഞ 2 കാര്യങ്ങൾ ഗ്രാവിറ്റി ആൻഡ് AGI ക്രാക്ക് ചെയ്യാൻ സാധിച്ചാൽ ഓപ്പൺ എഐ എന്ന കമ്പനിക്ക് തീർച്ചയായും വളരെ വലിയ ചേഞ്ചസ് ലോകത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. നമുക്കറിയാം, ഓപ്പൺ എഐ എന്ന് പറയുന്നത് പുതിയൊരു ഭാവി നമ്മളെ കാണിച്ചു തന്ന ഒരു കമ്പനിയാണ്. പക്ഷെ ആ ഭാവിയിൽ അവർക്കൊരു സ്ഥാനം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് അവർ തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഓപ്പൺ എഐ പറ്റി നടത്തിയ ഡിസ്കഷൻസും പോയിന്റ്സും ഒക്കെ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഫേവറേറ്റ് AI ടൂൾസ് ഏതാണെന്നും ഒക്കെ എന്തായാലും കമന്റുകളിൽ അറിയിക്കുക. അതുപോലെ തന്നെ ബിസിനസ് കേസ് സ്റ്റഡീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ചാനലിലെ മറ്റ് വീഡിയോസും ചെക്ക്ഔട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. കാപ്പേഡിയം.